കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല മലപ്പുറമാണ്. രണ്ടാം സ്ഥാനത്തുള്ള ജില്ലകളാണ് തിരുവനന്തപുരവും എറണാകുളവും. മലപ്പുറത്ത് 16ഉം മറ്റുള്ളയിടങ്ങളിൽ 14 വീതവും മണ്ഡലങ്ങളാണ് ഉള്ളത്. അതിൽ തിരുവനന്തപുരം 2 മുന്നണികൾക്കും ജീവൻ മരണ പോരാട്ടങ്ങൾ ആണ് എന്നുള്ളതുകൊണ്ട് ഫലം പ്രവചന അതീതമാണ്. എന്നാൽ എറണാകുളത്തെയും മലപ്പുറത്തെയും മുഴുവൻ മണ്ഡലങ്ങളും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF പിടിച്ചെടുക്കുമെന്നാണ് നേതൃത്വം ഉറപ്പിച്ചു പറയുന്നത്. ഇത് പറയുന്നവർ പ്രമുഖരും കഴിവ് തെളിയിച്ചവരുമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ പ്രവചനത്തിൻ്റെ ആധികാരികത വർദ്ധിപ്പിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ എറണാകുളവും പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടിയുടെ മലപ്പുറവും അവരുടെ നേതാക്കന്മാർക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. കൂടാതെ കോൺഗ്രസിനാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ശക്തരായ DCC അധ്യക്ഷന്മാർ എന്ന് AICC നേതൃത്വം തന്നെ പറഞ്ഞിട്ടുള്ള എറണാകുളത്തെ മുഹമ്മദ് ഷിയാസിൻ്റെയും മലപ്പുറത്തെ VS ജോയിയുടെയും നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും തൃപ്തരും വലിയ ആവേശമുള്ളവരുമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ മുഴുവൻ സീറ്റുകളും പിടിച്ചെടുക്കാൻ തന്നെയാണ് UDFൻ്റെ തീരുമാനം. അതിൽ എറണാകുളത്ത് നിലവിൽ എറണാകുളം, തൃക്കാക്കര, തൃപ്പൂണിത്തുറ, പറവൂർ, അങ്കമാലി, ആലുവ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, പിറവം എന്നീ 9 മണ്ഡലങ്ങൾ UDFനൊപ്പമാണുള്ളത്. അതുപോലെ കൊച്ചി, കളമശ്ശേരി, കുന്നത്തുനാട്, കോതമംഗലം, വൈപ്പിൻ എന്നീ 5 മണ്ഡലങ്ങൾ LDFന് ലഭിച്ചിരിക്കുന്നു എറണാകുളത്ത് 2021. ആ സമയത്ത് പല മണ്ഡലങ്ങളും കൊറോണയുടെ നീരാളിപ്പിടുത്തവും UDFൻ്റെ കെട്ടുറപ്പില്ലായ്മയും പറഞ്ഞു പറ്റിക്കലുമെല്ലാം കൊണ്ട് UDF തോറ്റുപോയതാണ്. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കളുടെ ചടുലമായ പ്രവർത്തനവും DCC നേതൃത്വത്തിൻ്റെ ഉഗ്രൻ നീക്കങ്ങളും കൊണ്ട് കോൺഗ്രസിനും UDFനും ഒരു ചുക്കും പേടിക്കാനില്ല എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം. അതിൽ UDF എന്ന് പറയുന്നത് ആകെയുള്ള 14 സീറ്റിൽ 11ലും കോൺഗ്രസ് ആണ്. കളമശ്ശേരിയിൽ മുസ്ലിം ലീഗും കോതമംഗലത്തും പിറവത്തും കേരള കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. എന്നാൽ ഇത്തവണ മുസ്ലിം ലീഗിൻ്റെ സീറ്റ് വെച്ചുമാറാനും കോൺഗ്രസ് ഏറ്റെടുക്കാനെല്ലാം അവിടെ സാധ്യതയുണ്ട്. കാരണം കളമശ്ശേരിയിൽ നിന്നാൽ ജയിക്കുന്ന മുഹമ്മദ് ഷിയാസിനെ പോലെയുള്ള സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ട്. എന്നാൽ മുസ്ലിം ലീഗിന് ഇബ്രാഹിം കുഞ്ഞ് മാത്രമായിരുന്നു ഒരു മുഖം. അതുമാത്രമല്ല, കളമശ്ശേരിയും കോതമംഗലവും കുന്നത്തുനാടും കൊച്ചിയുമെല്ലാം പരമ്പരാഗതമായ UDF മണ്ഡലങ്ങളായിരുന്നു. അതിൽ വൈപ്പിൻ മാത്രമാണ് പിടിച്ചെടുക്കാൻ കുറച്ച് വിയർക്കേണ്ടി വരുന്നത്. എങ്കിലും തീരദേശം എന്ന നിലയിലുള്ള ഒരു കഷ്ടപ്പാടിന് പിണറായി സർക്കാർ ഒരു പുല്ലുവിലയും നൽകിയിട്ടില്ല 10 വർഷമായി എന്ന സത്യം മനസ്സിലാക്കിയിരിക്കുന്നു അവിടുത്തെ ജനങ്ങൾ. നിരന്തരം കടലാക്രമണങ്ങൾ അടക്കമുള്ള പ്രശ്നങ്ങൾ നീറുന്ന ഒരു മണ്ഡലമായി വൈപ്പിൻ മാറിക്കഴിഞ്ഞു. മാത്രമല്ല, ഓരോ തെരഞ്ഞെടുപ്പുകളിലും നോക്കിയാൽ അറിയാം CPMൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു വരികയാണ്. അങ്ങനെ 14 മണ്ഡലങ്ങളും അനായാസം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പിക്കുകയാണ് എറണാകുളത്ത് UDF നേതൃത്വം. ഇനി മലപ്പുറത്തേക്ക് പോയാൽ മുസ്ലിം ലീഗ് മനസ്സ് വച്ചാൽ 16ൽ 16ഉം കയ്യിലിരിക്കും അവിടെ. ഇത്തവണ അതിനൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ സംഘടനാ സെറ്റപ്പും PV അൻവറിൻ്റെ കിടിലൻ എൻട്രിയുമാകുമ്പോൾ പറയാനില്ല. LDFൻ്റെ കയ്യിലുള്ള നിലമ്പൂരും തവനൂരും താനൂരും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പിടിച്ചെടുക്കാമെന്ന് ഉറപ്പിക്കുമ്പോൾ തന്നെ അവിടെ PV അൻവറിൻ്റെ വരവ് അതിനൊന്ന് ആക്കം കൂട്ടുകയാണ്. പിന്നെ പൊന്നാനി, ആ LDF മണ്ഡലത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ LDF കൂപ്പുകുത്തുമെന്ന് UDF നേതൃത്വം വിശ്വസിക്കുന്നു. തവനൂരിൽ നമുക്കറിയാം LDFൻ്റെ MLA ആയിട്ടുള്ള KT ജലീൽ മാറുന്നതോടെ UDF ഒരു കിടിലൻ സ്ഥാനാർത്ഥിയെ ഒരുക്കി വച്ചിരിക്കുകയാണ് അവിടെ. ബാക്കിയുള്ള വള്ളിക്കുന്നും താനൂരും പരപ്പനങ്ങാടിയും കൊണ്ടോട്ടിയും മലപ്പുറവും വേങ്ങരയും മഞ്ചേരിയും വണ്ടൂരും ഏറനാടും പെരിന്തൽമണ്ണയും കോട്ടക്കല്ലും തിരൂരങ്ങാടിയും മങ്കടയും എന്നിങ്ങനെയുള്ള മണ്ഡലങ്ങളെല്ലാം UDFൻ്റെ കൂടെ പാറ പോലെ ഉറച്ച കോട്ടകളാണ് എന്നതിൽ സംശയമേയില്ല. ശക്തമായ ഭരണവിരുദ്ധ വികാരം എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് പ്രതിഫലിപ്പിക്കാനും ജനങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിയുന്ന നേതാക്കന്മാർ അതത് ജില്ലയിൽ വേണം. അതിൽ എറണാകുളവും മലപ്പുറവും ഒന്നാമത് എന്നതിനാൽ ഈ 2 ജില്ലകളിലെയും മുഴുവൻ സീറ്റുകളും പിടിച്ചെടുക്കുമെന്നും അതോടെ വെറും 2 ജില്ലകളിൽ നിന്ന് മാത്രമായി 30 സീറ്റുകൾ
അക്കൗണ്ടിൽ വീഴുമെന്നും UDF മാത്രമല്ല രാഷ്ട്രീയ നിരീക്ഷകരും ഉറപ്പിക്കുകയാണ്.